ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ബൈബിൾ പറയുന്ന ജാഗരൂകരായിരിക്കും എന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളവരും, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ കടന്നു വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ എങ്ങനെ അതിജീവിക്കണമെന്ന് ചിന്തിക്കുകയും അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നവരുമാണ്. ഉദാഹരണമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ഏറ്റവും അധികം തകർക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന രോഗത്തിന്റെ മേഖല. അങ്ങനെ ഒരു രോഗം വന്നാൽ നമ്മുടെ സാമ്പത്തിക ഭദ്രത തകർന്നു പോവുകയും അത് നമുക്ക് മുന്നോട്ടേക്ക് തീരെ പോകാൻ സാധിക്കാതെ വരികയും ചെയ്യുന്ന ഒരു അവസ്ഥ വരാനായിട്ട് സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി നമ്മൾ മെഡിക്ലെയിമുകൾ എടുക്കുന്നു, നമ്മൾ ഇൻഷുറൻസ് പോളിസികളൊക്കെ എടുക്കുന്ന വ്യക്തികളാണ്. ഇതൊരു വിഷയത്തിൽ മാത്രമല്ല, അനേക വിഷയത്തിൽ നമ്മൾ ഈ ജാഗ്രത നമ്മുടെ ജീവിതത്തിൽ കാണിക്കുന്നവരാണ്. എന്നാൽ ദൈവം ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട മറ്റൊരു ജാഗ്രതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് പിതാവിന്റെ ഹിതപ്രകാരം കടന്നു വന്നു. ലോകത്തുള്ള സകല മനുഷ്യർക്കും വേണ്ടി കാൽവരിയിൽ പാപയാഗം കഴിച്ചു, അടക്കപ്പെട്ടു, ഉദ്ധാനം ചെയ്തു, സ്വർഗാരോഹണം ചെയ്തു. ഈ സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് അവിടെ കൂടി നിൽക്കുന്ന ശിഷ്യന്മാരോട് രണ്ട് ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് മറ്റാരും നമ്മളോട് പറയാത്തതും എന്നാൽ ബൈബിൾ നമുക്ക് വാഗ്ദാനം ചെയ്തതുമായ ഒരു പ്രത്യേകതയാണ്. നമുക്കൊന്ന് ആ വചനത്തിലൂടെ ഒന്ന് കടന്നു പോകാം. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 1-ാം അധ്യായം 11-ാം തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരികെ വരും. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. വീണ്ടും വരും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുമാത്രമല്ല, യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വീണ്ടും വരുന്ന സമയത്ത്, മധ്യാകാശത്ത് വരുന്ന സമയത്ത് ഭൂമിയിൽ അന്ത്യകാലത്തിന്റെ അനേകമായിട്ടുള്ള അടയാളങ്ങൾ ഉണ്ടാകുമെന്നും ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഇന്ന് കേൾക്കുന്ന വചനത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. കർത്താവായ യേശു ക്രിസ്തു വീണ്ടും ഭൂമിയിൽ വരുന്ന സമയത്ത് നമ്മൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയാത്തവണ്ണം മനുഷ്യനെ തടയുന്ന അവസാന കാലഘട്ടത്തിൽ ശക്തമാകുന്ന 3 പാപത്തിന്റെ മേഖലകളെ കുറിച്ച് ദൈവവചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഏതൊക്കെയാണ് അതെന്ന് നമുക്ക് പരിശോധിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 34-35 തിരുവചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്താണ് ഈ പാപമേഖലയുടെ പ്രത്യേകത? നമുക്കറിയാം, നമ്മൾ ആരും വലിയ കല്ലിൽ തട്ടി വീഴാറില്ല, ചെറിയ കല്ലിൽ തട്ടിയാണ് നമ്മളെല്ലാവരും വീഴുന്നത്. എന്നതുപോലെ തന്നെ അവസാന കാലഘട്ടം ആകുമ്പോൾ ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാനാകാത്ത വിധം മനുഷ്യരുടെ ജീവിതത്തോട് ഇഴകിച്ചേർന്ന് ജീവിക്കുന്നു എന്നുള്ളതാണ് ഈ 3 പാപമേഖലയുടെയും ഏറ്റവും വലിയ പ്രത്യേകത. ഒരു പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകാം, ഇതിൽ പറയുന്ന മദ്യപാനം തെറ്റായിരിക്കാം ഒരു പക്ഷേ, എന്നാൽ സുഖലോലുപതയും ജീവിത വ്യഗ്രതയും തെറ്റാണോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ കടന്നു വരാം. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, സുഖലോലുപതയും മദ്യാസക്തിയും ജീവിത വ്യഗ്രതയും ഉള്ള ഒരു വ്യക്തിയുടെ ഹൃദയത്തിനകത്തേക്ക് ദൈവത്തിന്റെ വചനം ഒരിക്കലും ഇറങ്ങത്തില്ല. അവന് ദൈവത്തെക്കുറിച്ച് യാതൊരുവിധ ചിന്തയും ഉണ്ടാകത്തില്ല. കാരണം അവന്റെ ഹൃദയത്തിനകത്ത് ഇതായിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എന്താണ് സുഖലോലുപത? ശാരീരികവും ലൗകികവുമായിട്ടുള്ള സന്തോഷങ്ങളെ തേടിയുള്ള യാത്രയാണ് ഇന്ന് മനുഷ്യർക്ക് അധികവും. ശരിക്കും പറഞ്ഞാൽ ഒരു അടിച്ചു പൊളിച്ചുള്ള ഒരു ജീവിതം. ഇത് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് ഓരോ മനുഷ്യരും ഇന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ ഭക്ഷണം, നമ്മുടെ വസ്ത്രം, വാഹനം, വീട്, യാത്രകൾ, സൗകര്യങ്ങൾ എന്നീ സമസ്ത മേഖലകളിലും ഇതിന്റെ സ്വാധീനം കാണാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമത്തെ വിഷയമാണ് മദ്യാസക്തി. ഒരു കാലഘട്ടത്തിൽ സിഗരറ്റ് വലിക്കുന്നത് ചെറിയ പാപവും മദ്യപിക്കുന്നത് വലിയ പാപവുമായിരുന്നു. എന്നാൽ കാലഘട്ടം മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇന്ന് മദ്യപിക്കുക എന്ന് പറയുന്നത് വലിയ പാപമല്ല, അല്ലെങ്കിൽ പാപമല്ല എന്നുള്ളൊരു ചിന്ത മനുഷ്യരുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുന്നത് ഡ്രഗ്സിന്റെയും മയക്കുമരുന്ന് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗമാണ് തെറ്റ് എന്ന് ചിന്തിക്കുന്നവരാണ് അവരിലധികവും. മറ്റൊരു വിഷയമാണ് ജീവിത വ്യഗ്രത. എന്ത് ഭക്ഷിക്കും, എന്ത് ധരിക്കും, എന്ത് ചെയ്യും നാളെ എന്നുള്ള ഒരു വ്യഗ്രത പല വ്യക്തികളുടെ ഹൃദയത്തെ കീഴടക്കിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പലപ്പോഴും ഇത് സംഭവിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തിയിട്ടുള്ള ഒരു അസ്വസ്ഥതയിൽ നിന്നാണെന്ന് നമുക്ക് കാണാൻ പറ്റും. വളരെ രാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നു, കഠിനമായി അധ്വാനിച്ച് ജീവിക്കുന്ന ചില വ്യക്തികളെ കാണാൻ പറ്റും. അവരുടെ ഉള്ളിൽ ജീവിത വ്യഗ്രത എന്ന് പറയുന്ന ഒരു വിഷയമാണ് കിടക്കുന്നത്.
ഇങ്ങനെ ഈ മൂന്ന് കൂട്ടം വിഷയങ്ങൾ ഒരു വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് കിടക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരിക്കലും ദൈവവചനത്തെ സ്വീകരിക്കാനോ ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരാനോ ദൈവത്തോട് ചേർന്ന് ജീവിക്കാനോ സാധിക്കുകയില്ല. അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവവചനം പറയുന്നു, ഇതാ കെണി പോലെ ആ ദിവസം വന്നു വീഴുമെന്ന് പറയുകയാണ്. ഈ മൂന്ന് വിഷയങ്ങൾ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ കിടന്നാൽ എന്താണ് കുഴപ്പം? ദൈവവചനം പറയുന്നു, അത് അവന്റെ ഹൃദയത്തെ ദുർബലമാക്കും, ഇത് അവന്റെ മനസ്സിനെ ദുർബലമാക്കും. അങ്ങനെ വരുമ്പോൾ അവന് ഒരിക്കലും ശക്തമായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കത്തില്ല. ഒരുപക്ഷെ അവന് ദൈവവചനം കേൾക്കണമെന്നും ആത്മീയ ജീവിതം നയിക്കണമെന്നും പാപകരമായ ജീവിതം ഉപേക്ഷിക്കണമെന്നൊക്കെ അവന് ആഗ്രഹം ഉണ്ടാവും. എന്നാൽ അവന്റെ ഹൃദയത്തിനകത്ത് അവന്റെ ജീവിതത്തിൽ കിടക്കുന്ന ഈ മൂന്ന് വിഷയങ്ങൾ അതിനെ ഒരിക്കലും സമ്മതിക്കത്തില്ല എന്നുള്ളതാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനൊരു ചിന്തയുണ്ടാകും, ബൈബിൾ 2000 വർഷം മുമ്പ് എഴുതപ്പെട്ടതല്ലേ, അതിൽ ഈ പ്രവചനം ഇതുവരെ സംഭവിച്ചിട്ടില്ലല്ലോ എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളോട് വചനം പറയുന്നത് ഇതാണ്: രണ്ട് കാര്യങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടാണ് ബൈബിളിലെ പ്രവചനങ്ങളെല്ലാം സംഭവിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ക്രിസ്തുവിന്റെ രണ്ടാം വരവ്. രണ്ടാമത്തെ വിഷയം ഒരുവന്റെ മരണമാണ്. ഇതിൽ ഏത് സംഭവിച്ചാലും ഇതേ സെയിം എഫക്റ്റ് ആണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മരണം ഈ ലോകത്തിലുള്ള ജീവിതത്തിന്റെ അവസാനമാണ്. അങ്ങനെ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് അനുദപിക്കാനോ തിരികെ വരാനോ സാധിക്കാത്തതുപോലെ തന്നെ ക്രിസ്തു വീണ്ടും വന്ന് തൻ്റെ സഭയെ ചേർത്ത് പോയി കഴിഞ്ഞാൽ ഒരു വ്യക്തിക്കും അനുദപിക്കാനോ തിരിച്ചു വരാനോ സാധിക്കത്തില്ല. ഇനി അങ്ങനെ ചെയ്താൽ തന്നെ അതുകൊണ്ടൊരു പ്രത്യേകിച്ചൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഇതിലേതും ആദ്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും ഒരേ ഫലം തന്നെ ആയിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ദൈവവചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 36-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയാണ്: സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവാൻ ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥന ജീവിതത്തിൽ കടന്നു വന്നതിന് ശേഷം പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്ന സഹോദരങ്ങളെ ദൈവവചനം നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. പ്രാർത്ഥനാ ജീവിതത്തിൽ നിലനിൽക്കുവാനായിട്ട് ദൈവം ഓർമ്മിപ്പിക്കുകയാണ്. അതല്ല, ഇനിയും പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കടന്നു വരാത്ത സഹോദരങ്ങൾ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുകയാണ്, യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥന അനുഭവത്തിലേക്ക് കടന്നു വരാനും പ്രാർത്ഥനാ ജീവിതത്തിൽ നിലനിൽക്കുവാനും ദൈവം നമ്മളോട് ഇന്ന് എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്. ഈ വചനം കേട്ട എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തു അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.